ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നത്. ബിജെപിയുടെ സീറ്റുകൾ പകുതിയായി കുറയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. എന്നാൽ ലോക്സഭയിൽ ഒന്നിച്ച ഇന്ത്യ സഖ്യം നിലവിലെ സാഹചര്യത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 2014 മുതൽ സംസ്ഥാനത്ത് ആധിപത്യം പുലർത്തുന്നത് ബിജെപിയാണ്. എന്നാൽ 2024 അതിന് കാര്യമായ ഇടിവ് വന്നിട്ടുണ്ട്. ഇത് മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ മാത്രമാണ് സംസ്ഥാനത്ത് വിജയ സാധ്യതയുള്ളൂ. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി പ്രാദേശിക ശക്തിയായ INLDയെ പിന്നിലാക്കിക്കൊണ്ട് ബിജെപിയും കോൺഗ്രസുമാണ് സംസ്ഥാനത്ത് കരുത്തിൽ മുന്നിലുള്ളത്. 2005 മുതൽ 2014 വരെ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആണ് സംസ്ഥാനം ഭരിച്ചത്. 2014 മോദി തരംഗം മുതൽ ബിജെപിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. 2019 ബിജെപി ജനനായക് ജനതാ പാർട്ടിയുടെ പിന്തുണ വേണ്ടി വന്നു സർക്കാർ ഉണ്ടാക്കാൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതേ ട്രെൻഡാണ് ആവർത്തിച്ചത്. 2004-2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ഹരിയാനയിൽ കൂടുതൽ സീറ്റുകളും നേടിയത്. 2014-19 വർഷങ്ങളിൽ ബിജെപി സംസ്ഥാനം തൂത്തുവാരി. ഇത്തവണ 5 വീതം സീറ്റുകളാണ് ഇരു പാർട്ടികളും നേടിയത്. പഞ്ചാബിൽ നിന്ന് ഹരിയാന സംസ്ഥാനം രൂപീകരിച്ച 1966 മുതലുള്ള 3 ദശാബ്ദക്കാലം കോൺഗ്രസ് ആണ് സംസ്ഥാനത്ത് ആധിപത്യം പുലർത്തിയത്. 1977 ജനതാ പാർട്ടി അധികാരം പിടിച്ചപ്പോഴും 87 മുതൽ 91 വരെ ലോക്ദൾ സർക്കാർ ഉണ്ടാക്കിയപ്പോഴും മാത്രമാണ് മാറ്റമുണ്ടായത്. 1996 മുതൽ സംസ്ഥാനത്ത് ബിജെപി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. 96-ൽ ബിജെപി ഹരിയാന വികാസ് പാർട്ടിയെയാണ് പിന്തുണച്ചത്. ബൻസിലാലിന്റെ പാർട്ടിയാണിത്. 2000-ൽ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ സംസ്ഥാനത്ത് അധികാരം പിടിച്ചു. ചൗധരി ദേവിലാലിന്റെ പാർട്ടിയായിരുന്നു INLD. പിന്നീട് കോൺഗ്രസ് തുടർച്ചയായ 2 തവണ ഭരിച്ചു. മനോഹർ ലാൽ ഖട്ടറായിരുന്നു സംസ്ഥാനത്തെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രി. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ JJP സഖ്യം ഉപേക്ഷിച്ചാണ് ബിജെപി മത്സരിച്ചത്. മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സേനി എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല. കോൺഗ്രസ് 5 സീറ്റുകൾ അന്ന് പിടിച്ചെടുത്തു. ബിജെപിയുടെ വോട്ട് ശതമാനം 58.21% അത് 46.11% കുറഞ്ഞു. കോൺഗ്രസിന്റേത് 28.51%-ൽ നിന്ന് 43.67% വർദ്ധിച്ചത്. AAP 3.94% വോട്ടും നേടി. നിലവിലെ വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് തൂക്കുസഭ വരാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നാൽ ഭരണം പിടിക്കാമെന്ന് കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഹരിയാനയിലെ 90 സീറ്റിൽ 44 എണ്ണത്തിലാണ് ബിജെപിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടിയത്. കോൺഗ്രസിന് 42 എണ്ണത്തിലും കിട്ടി. AAP 4 സീറ്റിലും ലീഡ് ചെയ്തു. കോൺഗ്രസും AAPയും ചേർന്നാൽ ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് എത്താനാകും. ഡൽഹി, പഞ്ചാബ് എന്നിവിടങ്ങളിലേതുപോലെ ഹരിയാനയിൽ AAPയുമായുള്ള കോൺഗ്രസ് ബന്ധം അത്ര മോശമല്ല. അത് നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ബിജെപി ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു അന്ന് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ സാഹചര്യവും സഖ്യത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്.